ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ESIC മെഡിക്കൽ കോളേജുകളിലെ ESI ഇൻഷുർഡ് പേഴ്സൺ കോട്ട 35%, അതിലെ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 29 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് ESIC? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസിന് ഇൻഷുറൻസ് ഉള്ളതുപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയീസിനും ഇൻഷുർ ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ കോർപ്പറേഷനാണ് ESIC. ESICയുടെ അണ്ടറിൽ ചില മെഡിക്കൽ കോളേജുകളുണ്ട്. കൂടാതെ ചില സ്പെസിഫിക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ESICക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. അങ്ങനെ 11 മെഡിക്കൽ കോളേജുകൾ, ഓൾ ഇന്ത്യയിൽ 11 മെഡിക്കൽ കോളേജുകളിലായിട്ട് MBBSന് 466 സീറ്റും, BDSന് ഒരു ഡെന്റൽ കോളേജിൽ 28 സീറ്റും, BSc നഴ്സിംഗിന് 2 സ്ഥാപനങ്ങളിലായി 60 സീറ്റുകളും ESIC ഇൻഷുർഡ് പേഴ്സൺ, വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ കോട്ടയിൽ അവൈലബിൾ ആണ്. എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ? സ്റ്റുഡൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പാരൻറ്റ് ESI ഇൻഷുർഡ് പേഴ്സൺ ആയിരിക്കണം. അതായത് ആ ആള് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടർ കമ്പനി ESIയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ആ പേഴ്സൺ ESI മെമ്പർ ആയിരിക്കണം, ഇൻഷുർഡ് പേഴ്സൺ ആയിരിക്കണം. മറ്റേ പാരന്റ് ഗവൺമെന്റ് എംപ്ലോയിയോ അല്ലാത്തതോ ആയിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഒരു പാരന്റ് എങ്കിലും ESI ഇൻഷുർഡ് പേഴ്സൺ ആയിരിക്കണം. ആ പാരന്റിന്റെ മക്കൾക്കാണ്, അങ്ങനെയുള്ള പാരന്റ്സിന്റെ മക്കൾക്കാണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിൽ 35% സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ് കോഴ്സ് അഡ്മിഷൻസ് നടക്കുന്നത് NEET 2024 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ അതിന് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റ് ESIയുടെ വെബ്സൈറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒന്നും കൂടെ, വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റ് ESI വെബ്സൈറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ആ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ആണ് മെയ് 29 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എലിജിബിലിറ്റി ഈ പറയുന്ന പാരന്റ് ഇൻഷുർഡ് പേഴ്സൺ സെപ്റ്റംബർ 30, 2023 സെപ്റ്റംബർ 30 മുന്നേ ESI വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ESI ഇൻഷുർഡ് പേഴ്സൺ ആയിരിക്കണം, മെമ്പർ ആയിരിക്കണം. അതാണ് ക്രൈറ്റീരിയ. കൂടാതെ ബോയ്സ് ആണ് എങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഏജ് 21 കവിയരുത് എന്നും കൂടെ കണ്ടീഷൻ ഉണ്ട്. ഗേൾസിന് ആ കണ്ടീഷൻ ബാധകമല്ല. എങ്ങനെ നമുക്ക് ESI വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം? esic.gov.in/admissions എന്ന് പറയുന്ന ലിങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അപ്ലൈ ഫോർ വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് അവിടെ അവൈലബിൾ ആകും. അവിടെ ചെന്ന് ഇൻഷുർഡ് പേഴ്സന്റെ IP നമ്പർ യൂസ് ചെയ്താണ് ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്റ്റുഡൻറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പാരന്റിൻ്റെ, ഏത് പാരന്റ് ആണോ ഇൻഷുർഡ് പേഴ്സൺ, ആ പാരന്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഏജ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ്, 10th സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ നീറ്റ് അഡ്മിറ്റ് കാർഡും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിട്ട് 2 അഫിഡവിറ്റ്സ് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് അനക്ഷർ 4-5 ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ്പെക്ടസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം ഉള്ള കാര്യമാണ്. നീറ്റ് 2024 റിസൾട്ട് ജൂൺ 14 വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിലെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ESIയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് ദാറ്റ് സർട്ടിഫിക്കറ്റ്. അതും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ESI മെഡിക്കൽ കോളേജുകളിൽ MBBS, അതുപോലെ തന്നെ ഡെന്റൽ, അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കും കൂടെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് അലോട്ട്മെന്റിന് അല്ലെങ്കിൽ നമുക്ക് കൗൺസിലിംഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് കിട്ടും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ജനറൽ കാറ്റഗറിയിൽ 64,000 ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന സ്റ്റുഡൻസിന് MBBSൽ ഈ പറയുന്ന 11 മെഡിക്കൽ കോളേജുകളിൽ ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് OBCയും EWS ഒക്കെ വരുന്ന സമയത്ത് 74,000-ഉം 81,000 വരെയുള്ള റാങ്കുകൾക്ക് ഈ പറയുന്ന ESI മെഡിക്കൽ കോളേജുകളിൽ MBBSന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും പാരൻസ് ഇതുപോലെ ESI ഇൻഷുർഡ് പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പാരൻസ് നിങ്ങൾക്ക് ഇൻഷുർഡ് പേഴ്സൺ ആണ് എങ്കിൽ മക്കൾക്ക് ഇങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിൽ സ്പെഷ്യൽ കോട്ട അലോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കൊല്ലത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന ESI കോട്ടയുടെ സീറ്റായിട്ട് 38 സീറ്റുകളുണ്ട്. അതുകൂടാതെ നമ്മുടെ അടുത്ത് തന്നെയുള്ള കോയമ്പത്തൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അതിൻ്റെ അടുത്ത് ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ആയിട്ട് ഈ പറയുന്ന റിസർവ്ഡ് സീറ്റുകളുണ്ട്. അപ്പോൾ
ഓൾ ഇന്ത്യ കോട്ടയിലോ സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ടയിലോ ഒക്കെ കിട്ടാൻ സാധ്യത കുറഞ്ഞവർക്കും ഇങ്ങനെയുള്ള ഇൻഷുർഡ് പേഴ്സൺസ് ആണ് എങ്കിൽ മക്കൾക്ക് ഇതിനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. മെയ് 29 മുന്നേ തന്നെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് ഇൻഷുർഡ് പേഴ്സൺ, വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.